നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് വെജിറ്റബിൾ കുറുമയാണ്. വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് കിഴങ്ങ്. ഞാൻ ഒരു 3 കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 3 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഒരു 100 ഗ്രാം പുറത്ത് ഉണ്ട്, ഒരു ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ക്യാരറ്റ്, വലിയൊരു ക്യാരറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്, ചെറിയ 2 തക്കാളി, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ചതച്ചതുണ്ട്. രണ്ടും ഞാൻ ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചേക്കുന്നത്, കുറച്ച് കരിയാപ്പില. ഇത് ഞാനൊരു കുക്കറിനകത്തോട്ട് ഇതെല്ലാം എടുക്കാം. ചിലരത് വഴറ്റി ചേർക്കും, ഞാൻ അങ്ങനെയല്ല ചേർക്കുന്നത്. നമ്മളൊരു കുക്കറിനകത്ത് എടുത്തിട്ട് ഇതെല്ലാം ഇതിനകത്തോട്ട് ഞാൻ ഇടുവാണ്. കുക്കറിനകത്തോട്ട് ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ഇനി ഇഞ്ചിയെല്ലാം നമുക്ക് ചതച്ചതോട് ഇതിനകത്തോട്ട്, ഈ കരിയാപ്പില ഇതിനകത്തോട്ട് ഇടാം, തക്കാളി ഇടാം, പച്ചമുളക്, ഇതെല്ലാം നമുക്കൊന്ന് കുറച്ച് വെള്ളമോട് ഒഴിക്കാം. നമുക്ക് ഇതിന് പാകത്തിന് നമുക്ക് വെള്ളം ചേർക്കാം. പിന്നെ ഒരുപാടില്ല, എന്നാലും ഇത് വേവാൻ തക്കോണം മാത്രമേ ഉള്ളൂ. അതിനകത്തോട് ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്, അതിനകത്തോട് ഉപ്പ് ചേർക്കുവാണ്. നമുക്കൊന്ന് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ വെച്ചിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം. നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തോട്ട് വെച്ച് നമുക്കൊന്ന് നല്ല സൈഡിൽ ഇളക്കി കൊടുക്കാം, മിക്സാക്കി കൊടുക്കാം. അടച്ച് വെച്ച് നമുക്ക് ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ അടിക്കാം. നന്നായിട്ട് ഇതങ്ങ് വെന്തുടയണം. ഒരു 3 അല്ലെങ്കിൽ 4 വിസിലടിക്കാം. 3 വിസിലടിച്ച് നോക്കാം, നന്നായിട്ട് വെന്ത് ഉടയണം ഇത്. നമ്മളിത് 3 വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വെജിറ്റബിൾ കുറുമ സാധനങ്ങൾ നമുക്ക് ഇനി അത് തുറന്ന് നോക്കാം. വേറൊന്ന് ചെറുതായിട്ടൊന്ന് കളയണം, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അല്ലേ, ഇനി നന്നായിട്ട് വെന്തിരിക്കുകയാണ് നമ്മുടെ വെജിറ്റബിൾ കുറുമ. നന്നായിട്ട് ഇതുപോലെ വെന്തിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വേവണം, വെന്ത് ഇതൊക്കെ നല്ലതായിട്ട് ഉടയണം, എന്നെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്താ നന്നായിട്ട് വെന്തിരിക്കും. നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് നമുക്കൊന്ന് തട്ടിയിടാം. നമുക്കൊരു ദൂരം കടായി എടുക്കാം, അതിനകത്ത് നമുക്ക് തട്ടിയിടാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. നമുക്കിനി ഇതിനകത്തോട്ട് മസാലകൾ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം. നമുക്കിതിനകത്തോട്ട് മസാലകൾ ചേർക്കാം. ആദ്യം നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നമ്മൾ എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. നമുക്ക് ഇത്രയും കുരുമുളക് പൊടി ചേർക്കാം. ഓൾറെഡി നമ്മൾ 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവിന്, അതുകൂടാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മളെല്ലാം പച്ചയ്ക്കാണ് ചെയ്യുന്നത്. വെജിറ്റബിൾ കുറുമയ്ക്ക് നമ്മളെല്ലാം പച്ചയ്ക്കാണ്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഒരു 3 സ്പൂണും 3 സ്പൂൺ മല്ലിപ്പൊടിയോടെ നമുക്ക് ചേർക്കാം. മല്ലിപ്പൊടി ഇട്ടെങ്കിൽ നമുക്ക് കറിക്കൊരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ. നമുക്ക് അതിനകത്തോട്ട് 1 സ്പൂൺ ഗരം മസാലയോടെ ചേർക്കാം. നമുക്ക് ഗരം മസാല ചേർക്കാം. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര ടേസ്റ്റ് നോക്കും. ഞാൻ 1-1.25 സ്പൂണും ഗരം മസാല ചേർത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇത് കിടന്നൊന്ന് തിളക്കണം. അതിൻ്റെ അരപ്പ് നന്നായിട്ടൊന്ന് ഇതിനകത്ത് കിടന്ന് തിളച്ച് ഒന്ന് മിക്സ് ആവണം. പിന്നെ ഇതിന് തിക്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ച് ചേർക്കാറുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ട് വേണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട്. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം, ഇപ്പോൾ പരുവാന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉപ്പിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ചേർത്ത് ഇതിനെ കൂടെ നന്നായിട്ട് തിളയ്ക്കും. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടാവി മാത്രമേ ചെയ്യാവൂ. അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുതിർത്ത് അരച്ച് ചേർത്ത് കറിക്ക് നല്ല തിക്നെസ് കിട്ടും. ഇപ്പം തന്നെ നല്ല തിക്നെസ് ഉണ്ട് കറിക്ക്. തേങ്ങാപ്പാൽ ഒന്നും ചേർത്തിട്ടില്ല, എന്നിട്ട് പോലെ നല്ല തിക്നെസ് ഉണ്ട്. നമുക്ക് ശകല ഉപ്പൂടെ ചേർക്കാം, കുറച്ച് ഉപ്പൂടെ ചേർക്കാം.
ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. നമുക്ക് കടുക് താളിക്കണം. നന്നായിട്ട് ഇതിൻ്റെ നമുക്ക് തിളച്ചോ നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിൻ്റെ പച്ചയുടെ ഇതൊക്കെ അത് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം. നമുക്ക് നല്ല തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ എടുത്താണ് തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുന്നത്. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. ഇതാണ് നമ്മൾ വെജിറ്റബിൾ കുറുമയാണ്. നമുക്കിനി കടുക് താളിച്ച് ഒഴിക്കാം. കടുക് താളിക്കാം. പാനിൽ വെച്ചിട്ടുണ്ട്. പാനിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണയോടെ നമുക്ക് ഒഴിക്കാം. അതിനകത്ത് നമുക്ക് അല്പം കടുക് വന്നിട്ടിടാം. നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. നല്ലതായിട്ട് പൊട്ടിക്കഴിയണം, അല്ലെങ്കിൽ ചെവ ഉണ്ടാവും. അത് നന്നായിട്ട് പൊട്ടിട്ടുണ്ട്. നമുക്ക് ഈ കൊച്ചുള്ളി അങ്ങോട്ട് ഇടാം. പച്ചച്ചെവ ഒന്ന് മാറണം. ഇത് പച്ചമണം ഒക്കെ ഒന്ന് മാറിയിട്ട് അതിനകത്തോട്ട് ഈ കരിയാപ്പില ഇടാൻ ഇടാം. വേണ്ടെന്ന് പച്ചിലുകളോട് അങ്ങോട്ട് വെക്കാം. നമ്മൾ കടുക് താളിച്ച് ഒഴിക്കുകയാണ് ഇതിനകത്തോട്ട്. നമുക്കൊന്ന് അടച്ച് വെക്കുക. ഇതൊന്ന് ബാലൻസ് ചെയ്യണം. ഈ കടുവിൻ്റെ എണ്ണ ഇതെല്ലാം കൂടെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്യണം. കടുവൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മണമൊക്കെ ഒന്ന് പോവാതെ ഇതിനെ തന്നെ ഒന്ന് പിടിക്കാൻ, കറിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയായെന്ന്. അങ്ങനെയുണ്ട്. നമ്മുടെ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പോടെ കുതിർത്ത് വെച്ചാൽ ഒന്നുകൂടെ കറിക്ക് തിക്കനസ് കിട്ടും. അങ്ങനെ ഇത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, അപ്പത്തിനൊക്കെയാണ്, വെള്ളയപ്പത്തിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. നല്ല കറിയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവരും ഇത് വെച്ച് നോക്കണം. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു അപ്പത്തിനോട് വെച്ച് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഇതാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പൂടെ കുതിർത്ത് ഇട്ട് തിക്കനസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നല്ല സൂപ്പർ കറി. നന്നായിട്ട് വെന്തുടയണം. അന്നേരമാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.